എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. സങ്കീർത്തന ധ്യാന പഠന പരമ്പരയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും ധ്യാനവും നമുക്ക് ഏറെ അനുഗ്രഹമാണ്. ഇന്ന് 2-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാ സങ്കീർത്തനങ്ങളെയും നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് ഇത് ആരാൽ എഴുതപ്പെട്ടു എന്നാണ്. അത് സംബന്ധിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ യാതൊരു സൂചനയും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും 2-ാം സങ്കീർത്തനം എഴുതിയത് സങ്കീർത്തന രചനയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ദാവീദാണ് എന്ന് വസ്തുനിഷ്ഠമായിട്ട് തെളിവുകൾ സഹിതം പറയാൻ കഴിയും. ആ തെളിവുകൾ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ ദാവീദാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രചന നടത്തിയിട്ടുള്ളത് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് ഭാഗത്തു നിന്നും തെളിവ് ലഭിക്കുന്നുണ്ട്. 2-ാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളിലെ മശിഹ സങ്കീർത്തനങ്ങളിൽ ഒന്നാമത് കാണുന്ന സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ പലപ്പോഴും നിരന്തര പാരായണത്തിന് ഉപയോഗിക്കുന്ന ഭാഗം എന്ന നിലയിൽ ലാഘവത്തോടെയാണ് പലവരും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ സങ്കീർത്തനം അത്ര ലാഘവത്തോടെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പുസ്തകമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സങ്കീർത്തനത്തിൽ മശിഹയെക്കുറിച്ച്, നമ്മുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുനാഥനെക്കുറിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ക്രിസ്തുവിനെ ആരാധിക്കുന്ന, യേശുക്രിസ്തുവിനെ സേവിക്കുന്ന ഏതൊരാൾക്കും സങ്കീർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും കഴിയില്ല. ഇതര പുസ്തകങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ മശിഹയെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ സങ്കീർത്തനങ്ങളിലും മശിഹയെക്കുറിച്ചുള്ള നിരവധി പ്രവചന പരാമർശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 2-ാം സങ്കീർത്തനം അടക്കം ഉള്ള മശിഹ സങ്കീർത്തനങ്ങളെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 2-ാം സങ്കീർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്ന സങ്കീർത്തനം എന്ന് പറയുന്നതിൻ്റെ കാരണവും ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ പരാമർശിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. മശിഹയുടെ പിറവിക്കും അഥവാ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനും ഏതാണ്ട് 1000 വർഷം മുമ്പ് അത് രേഖപ്പെടുത്തപ്പെട്ടു എന്നതും വേദ പഠിതാക്കൾക്ക് അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. എന്നാൽ ബൈബിൾ പ്രവചനങ്ങളെയും അതിൻ്റെ സ്വഭാവത്തെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് ഒരു അതിശയമേ അല്ല. കാരണം ബൈബിൾ പ്രവചനങ്ങൾ സുദീർഘമായ വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ തന്നെ
നീളുന്ന പ്രവചനങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രവചനം നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ എഴുത്തുകാരനായ ദാവീദ് ഒരു പ്രവാചകൻ കൂടി ആയിരുന്നു എന്ന് നമുക്ക് തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ നിരന്തരമായ പരാമർശങ്ങളിൽ ദാവീദ് ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു കേൾക്കാറില്ല. എന്നാൽ ദാവീദിനാൽ വിരചിതമായ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ദാവീദ് പ്രവാചകനായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ മശിഹയെക്കുറിച്ച് എഴുതുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ ഇത് ആരെക്കുറിച്ച് എഴുതുന്നു എന്നതുപോലും ആ പ്രവാചകന് അറിയണമെന്നില്ല. പ്രവചനങ്ങൾ എല്ലാം തന്നെ അങ്ങനെയാണ്. പറയുന്നവർ അതാരെക്കുറിച്ച് എന്നൊന്നും അറിയണമെന്നില്ല. കാരണം ആ പ്രവചനത്തിൻ്റെ ഉത്ഭവം പറയുന്ന ആളിൽ നിന്നല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. ദൈവം മനുഷ്യനെ ഒരു ഉപകരണമാക്കി തൻ്റെ വായായി ഉപയോഗിക്കുന്നു എന്നതിന് തെളിവ് കൂടെയാണ് ഈ 2-ാം സങ്കീർത്തനം. 2-ാം സങ്കീർത്തനം മാത്രമല്ല, മറ്റ് പല സങ്കീർത്തനങ്ങളും അങ്ങനെ തന്നെ മശിഹയെക്കുറിച്ച് പ്രവചനങ്ങളാൽ സമ്പന്നമാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സങ്കീർത്തനങ്ങളിൽ പലതിൻ്റെയും തലക്കെട്ടിൽ എഴുത്തുകാരനെക്കുറിച്ച് സൂചനയുണ്ട്. എന്നാൽ ഇതിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ദാവീദ് എഴുതിയതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. മറ്റ് പല സങ്കീർത്തനങ്ങൾക്കും കിട്ടാത്ത എഴുത്തുകാരനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തെളിവ് കിട്ടുന്ന സങ്കീർത്തനം കൂടെയാണ് 2-ാം സങ്കീർത്തനം. അതെവിടെയാണ്? ഇതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ നിവൃത്തി സംഭവിച്ചു. 1-ാം വാക്യം തന്നെ ഒരു പ്രവചനമായിരുന്നു മശിഹയെക്കുറിച്ചുള്ളത്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ആ പ്രവചനം. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അഭിഷിക്തന് വിരോധമായി രാജാക്കന്മാരുടെയും അധിപതികളുടെയും ഒരു കൂട്ടുകെട്ടും ഗൂഢാലോചനയും ആണ് ഇവിടുത്തെ പ്രവചനം. വാസ്തവത്തിൽ ഈ സങ്കീർത്തനം മാത്രം പരിശോധിക്കുമ്പോൾ, അഥവാ ഈ സങ്കീർത്തനത്തിന് വെളിയിലേക്ക് ഇതേ ചുറ്റിപ്പറ്റി യാതൊരു സൂചനകളും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ പ്രവചനം ഒക്കെ സംബന്ധിച്ച് നമുക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വരുമായിരുന്നു. എന്നാൽ സങ്കീർത്തനം അടക്കം പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നെല്ലാം തന്നെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് സന്ദർഭങ്ങളെ, സാഹചര്യത്തെ തെളിയിച്ച് പുതിയ നിയമ എഴുത്തുകാർ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള എഴുത്തുകൾ പരിശോധിച്ചാണ് അജ്ഞാതമായ ചില
മേഖലകളെക്കുറിച്ചുള്ള വെളിച്ചം നമ്മൾ കണ്ടെത്തുന്നത്. അഥവാ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ അത് ചില പ്രവചന ഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ആ നിലയ്ക്ക് 2-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 25-26 വാക്യങ്ങൾ ആയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരണി എപ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? അത് അപ്പോസ്തല പ്രവർത്തിയിൽ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുകയും ദേവാലയ വാതിക്കൽ ഇരുന്ന ഒരു മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതിൽ ആദ്യത്തേതെന്ന് പറയാൻ കഴിയും ഈ അത്ഭുതം. ആ മനുഷ്യന് വലിയ സൗഖ്യം ഉണ്ടായതിൻ്റെ പേരിൽ മത നേതാക്കന്മാരും ജനങ്ങളും ഇളകി വലിയ കലഹം സൃഷ്ടിക്കുകയും അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കുകയും ചെയ്തു. അതിൻ്റെ ഒടുവിലേക്കെത്തുമ്പോൾ മേലാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു. അവർ അന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ അടുക്കൽ എത്തുകയും ഈ സംഭവം വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ക്രിസ്തു വിശ്വാസികൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, കലഹങ്ങളെ ഒക്കെ പ്രാർത്ഥനയാൽ നേരിടുകയാണ്. അപ്പോൾ സഭ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർ പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ വിശേഷിച്ച് 2-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. നല്ല മാതൃകയാണ്. നമ്മൾ നേരിടുന്ന സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ വേദപുസ്തക വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് അപ്പോസ്തോലിക കാലഘട്ടത്തിലെ തന്നെ മാതൃകയായിരുന്നു. അപ്പോൾ അന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഉദ്ധരിച്ച വാക്യം, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളിച്ചെയ്തവനേ. ഇവിടെയാണ് 2-ാം സങ്കീർത്തനം ദാവീദ് മുഖാന്തരം അരുളിച്ചെയ്ത പ്രവചനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപൂർവം സങ്കീർത്തനങ്ങൾക്ക് മാത്രം ഇങ്ങനെ എഴുത്തുകാരനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പല ഉദ്ധരണികളും പല ഇരുണ്ട മേഖലകളിലേക്കും ഇങ്ങനെ വെളിച്ചം വീശുന്നതാണ്. അപ്പോൾ ഇത് ദാവീദ് എഴുതിയതാണ് എന്ന് അവർ പറയുന്നു. അങ്ങനെയാണ് ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നിട്ട് അവർ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സൂചന. അപ്പോൾ ജാതികൾ കലഹിച്ചത്, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിച്ചത്,
അധിപതികൾ തമ്മിൽ ആലോചിച്ചത് ആർക്ക് എതിരെയായിരുന്നു? ക്രിസ്തുവിനെതിരെയായിരുന്നു എന്ന്. അപ്പോൾ ആ പ്രവചനം നിറവേറുന്നത് എപ്പോഴാണ് എന്ന് രേഖപ്പെടുത്തുന്നു ഈ വാക്യത്തിൽ. അതിങ്ങനെയാണ്: നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അപ്പോൾ ഇവിടെയാണ് ഇത് മശിഹയെക്കുറിച്ച് പറഞ്ഞ പ്രവചനമാണ് എന്ന് വ്യക്തമാകുന്നത്. കാരണം യേശുക്രിസ്തുവിനെ പിടിച്ചുകെട്ടി അതിന് മുൻപ് നടന്ന ഗൂഢാലോചനകൾ, മതനേതാക്കന്മാർ, അധിപതികൾ ഒക്കെ തമ്മിൽ നടന്ന ആലോചനകൾ എല്ലാം പരിശുദ്ധാത്മാവ് മുൻകൂട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഈ വസ്തുത നിറവേറുന്നതിനും 1000 വർഷം മുൻപ് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയ സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അതുകൊണ്ട് മശിഹ സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദാവീദ് പ്രവാചകനായിരുന്നു. പ്രവാചകനായ ദാവീദ് ഇത് രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ദാവീദിന് പോലും അറിയാമോ എന്നറിയില്ല ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന്. ദൈവം അങ്ങനെയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട വസ്തുതകൾ പോലും തൻ്റെ ദാസന്മാരിലൂടെ ദൈവം അരുളി ചെയ്യും. ദൈവമായതുകൊണ്ട് അരുളി ചെയ്തവൻ അതങ്ങനെ നിർവഹിക്കുകയും ചെയ്യും. ആ ദൂത് പറഞ്ഞ പ്രവാചകൻ കാലയവനിക്കുള്ളിലേക്ക് കടന്നുപോയാലും പറഞ്ഞ ദൈവം ജീവിക്കുന്നത് കൊണ്ട് പ്രവചനം സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിന് ഏറ്റവും ഉത്തമമായ മാതൃക കൂടെയാണ് 2-ാം സങ്കീർത്തനത്തിലെ ഈ വാക്യം. 2-ാം സങ്കീർത്തനമെന്ന് മാത്രമല്ല, വേദപുസ്തക പ്രവചനങ്ങളെല്ലാം ഇതുവരെ സംഭവിച്ചതും ഇനിയും സംഭവിക്കാനുള്ളതും അത് എത്ര കാലദൈർഘ്യം ഉണ്ടായാലും ദൈവം പറഞ്ഞതാണ് എങ്കിൽ അത് സമയത്തു തന്നെ പൂർത്തീകരണത്തിൽ വരികയും ചെയ്യും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിന് എന്താണ് പ്രസക്തി? നമ്മുടെ വ്യക്തിപരമായ ജീവിതവും നിരവധി പ്രവചനങ്ങൾ കേട്ടിട്ടുള്ള അനുഭവത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ചിലതൊക്കെ ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്ന ഒരു ദുഃഖം നമ്മിൽ ചിലർക്കെങ്കിലും ഉണ്ടാകാം. പക്ഷേ പ്രവചനത്തിന് അത് സംഭവിക്കുന്നതിന് ഒരു കാലവും കണക്കും ഒക്കെയുണ്ട്. ചില പ്രവചനങ്ങൾ നമ്മോട് പറയുമ്പോൾ നാളെ സംഭവിക്കാൻ ഉള്ളതല്ല അത് എന്ന് മനസ്സിലാക്കണം. അത് സംഭവിക്കുന്നതിന് അതിൻ്റെ പ്രസക്തിയും സാധ്യതയും എല്ലാം പരിശോധിച്ച് ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് സംഭവിക്കേണ്ട സമയത്തു തന്നെ ആ പ്രവചനം സംഭവിക്കും. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇവിടെ പ്രവചനത്തിന് കാലഘട്ടമുണ്ട് എന്ന് നമ്മൾ അറിയണം. അതും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദ
ചിന്തകരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സങ്കീർത്തനത്തിലെ 1, 2 വാക്യങ്ങൾ യേശുക്രിസ്തുവിനെ ഗൂഢാലോചന നടത്തി യെരുശലേമിൽ പിടിച്ചുകെട്ടുമ്പോൾ സംഭവിച്ചുവെങ്കിൽ ഇപ്പോൾ അതിനുശേഷം 2 സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും സംഭവിക്കേണ്ട പ്രവചനങ്ങളും ഇതിൽ ഉണ്ട്. അത് ആ സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2-ാം സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ, വാക്യങ്ങളിലൂടെ കടക്കുമ്പോൾ 6-ാം വാക്യം, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അതേക്കുറിച്ച് പറയുന്നത്, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായി വാഴുന്ന സന്ദർഭത്തെക്കുറിച്ചാണ്. ഇതുവരെയും അത് സംഭവിച്ചില്ല. അതെന്നാണ് സംഭവിക്കുക? നമുക്കറിയാം, ക്രിസ്തു ഭക്തരായിട്ടുള്ള ഓരോ ആളുകളും ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോകം കാണാൻ പോകുന്ന മഹാസംഭവം നമ്മുടെ ക്രിസ്തുനാഥൻ്റെ പുനരാഗമനമാണ്. യേശുനാഥൻ്റെ പുനരാഗമന വേള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മൾ കാഹളനാഥത്തിൻ്റെ കേൾവിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ ക്രിസ്തുനാഥൻ പുനരാഗമിക്കുന്ന വേളയിൽ സംഭവിക്കുന്നത്, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന ക്രിസ്തുവിശ്വാസികൾ രൂപാന്തര ശരീരികളായി ക്രിസ്തുവിനെ എതിരേൽക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം 7 വർഷം മധ്യാകാശത്ത് അവനോടൊപ്പം ആയിരിക്കും. ആ സമയത്ത് ഈ ഭൂമിയിൽ മഹോപദ്രവ കാലമാണ്. അതിൻ്റെ സമാപനത്തിൽ ക്രിസ്തുനാഥൻ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി തൻ്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. രാജാധിരാജാവായി നമ്മുടെ ക്രിസ്തുനാഥൻ ഈ ഭൂമിയെ ഭരിക്കുന്ന വാഴുന്ന സമയവും നമ്മുടെ എല്ലാം പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ഈ രാജാവിനെ വാഴിക്കുന്ന വേളയെ സംബന്ധിച്ചും മഹോപദ്രവത്തെ സംബന്ധിച്ചും കഷ്ടതകളെക്കുറിച്ചും ഒപ്പം അവൻ്റെ ഭൂമിയിലെ വാഴ്ചയെ സംബന്ധിച്ചും ഒക്കെ ഇതിൽ പ്രാവചനികമായ സൂചനകൾ ആണ് ഈ വാക്യങ്ങളിൽ എല്ലാം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 2-ാം സങ്കീർത്തനം മശിഹ സങ്കീർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവചനം സംബന്ധിച്ച് മശിഹയെക്കുറിച്ചുള്ള പ്രവചനം കൊണ്ടും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സങ്കീർത്തനമാണ്. നമുക്കറിയാം, ദാവീദിനെ പോലെയുള്ള പ്രവാചകർ പറഞ്ഞിട്ട് അവരൊക്കെ കാലം കടന്നുപോയി. എന്നിട്ടും ഇന്നും അവരിലൂടെ പറഞ്ഞ പ്രവചനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും സംഭവിക്കാനുമുണ്ട്. നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മോട് ദൈവം അരുളി ചെയ്തിട്ടുള്ള ഒരു പ്രവചനവും നിഷ്ഫലമായി പോകുകയില്ല. അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന്
മറയുന്നതിന് മുമ്പ്, തിരോഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൈവം നമ്മോട് അരുളി ചെയ്തത് സംഭവിക്കും. 22-ാം സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന പ്രയോഗമുണ്ട്. അതിൻ്റെ 1-ാം വാക്യത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിയുണ്ട്. അവർ അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അങ്കിക്കായി ചീട്ടിട്ടു എന്ന പ്രയോഗമുണ്ട്. അപ്പോൾ 2-ാം സങ്കീർത്തനം മാത്രമല്ല, മശിഹാ സങ്കീർത്തനങ്ങളിലെല്ലാം ഇത്തരം ഗൗരവമുള്ള, ക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നിരവധി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ നിലവിളി ക്രൂശിൽ പിതാവ് അവനെ കൈവിടുമ്പോൾ ഉള്ള നിലവിളിയായി നമ്മൾ ലോകം കേട്ടതാണ്. അവർ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് രേഖപ്പെടുത്തുമ്പോൾ അന്ന് ആരുടെ കൈയും കാലുമാണ് തുളയ്ക്കപ്പെട്ടത് എന്ന് ഒരു പക്ഷെങ്കിൽ എഴുതുന്ന ദാവീദിന് അറിയില്ല, അറിയണമെന്നുമില്ല. അത് പ്രവചനമാണ്. പ്രവചനത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പറയുന്നവർ അറിയണമെന്നില്ല. പറഞ്ഞ ഒരാൾ സർവശക്തൻ മുകളിലുണ്ട്. അതുകൊണ്ട് 2-ാം സങ്കീർത്തനത്തെ ഒരു ഏകദേശ ധാരണ, ചിന്ത നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, ദൈവം പറഞ്ഞ പ്രവചനം അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് നിവൃത്തിയാകും. ദൈവം പാഴ്വാക്ക് പറയുകയില്ല. അവൻ പറഞ്ഞതെല്ലാം ഫലകരമാകും. അതിന് പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. സങ്കീർത്തന ധ്യാന പഠന പരമ്പരയിൽ ഈ 2-ാം സങ്കീർത്തനത്തിൻ്റെ ചിന്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ വന്ദനം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.